എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ സതി, BAMS DSM. ഇന്ന് ദശപുഷ്പങ്ങളെ കൊണ്ട് ഒരു ഔഷധ കഞ്ഞി തയ്യാറാക്കുന്ന വിധം വിവരിക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ. ദശപുഷ്പങ്ങൾ ഇക്കാലത്ത് എല്ലാവർക്കും അറിയാമെന്ന് കരുതട്ടെ. 10 ഔഷധ സസ്യങ്ങളെയാണ് ദശപുഷ്പങ്ങളെന്ന് വിളിക്കുന്നത്. ആയുർവേദത്തിൽ ഈ പല രോഗങ്ങൾക്കായി ഈ ഓരോ ഔഷധ സസ്യത്തെയും ഉപയോഗിക്കാറുണ്ട്. വളരെയധികം ഔഷധ ഗുണങ്ങൾ അടങ്ങിയതാണ് ഇവയിൽ ഓരോ സസ്യവും. ഇത് പുഷ്പങ്ങൾ എന്ന് പറയാറുണ്ടെങ്കിലും ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഇലകളാണ് ഉപയോഗിക്കാറ്. പല രോഗങ്ങൾക്കും ഇത് സമൂലമായിട്ട്, അതായത് ചെടി മുഴുവനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടുവളപ്പിൽ ഇത് ധാരാളം കണ്ടുവരാറുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും ശരീരത്തിന് നല്ല ബലമുണ്ടാകുന്നതിനും ദഹനത്തിനും അഗ്നി വർദ്ധിച്ച് ഭക്ഷണം കഴിക്കുന്നത് ശരിയായി ദഹിച്ച് അത് ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നതിനെല്ലാം വളരെ നല്ല ഒരു മരുന്നാണ് ഈ ദശപുഷ്പങ്ങൾ. സാധാരണ ഇത് ഈ ശീബോധി വയ്ക്കുക എന്ന് പറഞ്ഞ ഹൈന്ദവ ഗ്രഹങ്ങളിൽ ഇത് ശ്രീ ഭഗവതിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു അനുഷ്ഠാന ചടങ്ങാണത്. അതിൽ ഈ ശീബോധി വയ്ക്കാനായിട്ട് ഈ ദശപുഷ്പങ്ങളാണ് എടുക്കാറ്. അതുപോലെ സ്ത്രീകൾ ഇത് തലയിൽ ചൂടാറുണ്ട് ഈ കാലത്ത്. അപ്പോൾ ഇത് ഈ ഔഷധ സസ്യങ്ങൾക്ക് എല്ലാം ഓരോ ദേവതമാരുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാം. ഇതിൽ 1-ാം സ്ഥാനം കറുകയ്ക്കാണ്. ഈ കറുകപ്പുല്ല് കറുകയ്ക്കാണ് 1-ാം സ്ഥാനം. ഇതിന് മാത്രമേ പുഷ്പങ്ങളില്ല. ഇതിങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ് കറുക. ഇതിൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ ആദിത്യനാണ് ദേവതയായിട്ട് കണക്കാക്കുന്നത്. 2-ാമത്തേത് ചെറുളയ്ക്ക് പൂവുണ്ട്, വെളുത്ത പൂവ്. എന്താ ചെറുള വെളുത്ത പൂവുണ്ട്. ഇതിൻ്റെ ദേവത യമനാണ്. ചെറുള. പിന്നെ വിഷ്ണുക്രാന്തി എൻ്റെ ദേവത മഹാവിഷ്ണു. ഇത് അതിലൊരു 2 തരമുണ്ട്. വെള്ളപ്പൂവുണ്ടാവണം, നീലപ്പൂവുണ്ടാവണം. അതിൽ നീലപ്പൂവുണ്ടാവണമാണ് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുക. ഇതിപ്പോൾ ചെറിയൊരു ചെടി വളർന്നു വരുന്നേ ഉള്ളൂ. ഇതാണ് വിഷ്ണുക്രാന്തിയിലെ ദേവത വിഷ്ണു ഭഗവാൻ, മഹാവിഷ്ണു. പിന്നെയുള്ളത് പൂവാങ്കുറുന്നിലയുടെ ദേവത ശ്രീ ഭഗവതി. ഇതിന് പൂവുണ്ട്, പൂവാങ്കുറുന്നില. പിന്നെയുള്ളത് മുയൽച്ചെവി. ഇതിൻ്റെ ദേവത ശിവനാണ്, ശിവൻ. ഇതിന് ഈ ഓരോ മരുന്നിനും ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് ഞാൻ വിശദമായിട്ട് ഓരോ മരുന്നിൻ്റെയും ഗുണങ്ങൾ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഒത്തിരി ഔഷധ ഗുണങ്ങളും ഉള്ള ഒരു സസ്യമാണ് ഇതെല്ലാം. അതിനെപ്പറ്റി വിശദമായിട്ട് ഓരോ സസ്യത്തിൻ്റെയും കുറിച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇത് മുയൽച്ചെവി. ഇതിൻ്റെ ദേവത ശിവൻ. ഇത് മുക്കുറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. മഞ്ഞപ്പൂവുണ്ടാവുന്ന മുക്കുറ്റി. ഇത് ശ്രീ പാർവതിയാണ് ഇതിൻ്റെ ദേവത. പിന്നെ ഇത് കഞ്ഞുണ്ണി അല്ലെങ്കിൽ കയ്യോന്നി എന്ന് പറയും. കാരണം നമ്മൾ എണ്ണകളൊക്കെ കാച്ചാൻ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ദേവത വരുണനാണ് ദേവതയായിട്ട് കണക്കാക്കുന്നത്. പിന്നെയുള്ളത് നിലപ്പനയുടെ ദേവത ഭൂമിദേവിയാണ്. ഇതിങ്ങനെ ഭൂമിയോട് പറ്റിച്ചേർന്ന് വളരുന്നതാണ്. ഇതിന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ അടിയിലൊരു കിഴങ്ങുണ്ട്. ഇതും വളരെയധികം ഔഷധ ഗുണമുള്ളൊരു ചെടി തന്നെയാണ് നിലപ്പന. ഒത്തിരി ഔഷധ ഗുണമുള്ളൊരു ചെടിയാണിത്. അതുപോലെ വള്ളിയൊഴിഞ്ഞ
വള്ളി ഉഴിഞ്ഞ ഇത് വള്ളി പോലെ ഇങ്ങനെ പടർന്ന് കാണപ്പെടുന്ന ഒരു സസ്യമാണ് വള്ളി ഉഴിഞ്ഞ. പടർന്നിട്ട് ഇതിൽ കായും പൂവും എല്ലാം ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ദേവത ഇന്ദ്രനാണ്. വള്ളി ഉഴിഞ്ഞ എന്ന് പറയും. വള്ളി പോലെ പടർന്നു പോകും. പിന്നെ 10ാമത് തിരുതാളി. ഇതുണ്ടായി വരണുള്ളൂ. ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഇല. ഇതിലൊരു വെള്ള പൂവുണ്ടാവും. ഇത് പിന്നെ ഇതിൻ്റെ ദേവത ഉണ്ണികൃഷ്ണനാണ്. അങ്ങനെയാണ് ഇത് 10ത്തിൻ്റെയും ഓരോ ദേവതമാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. കഞ്ഞി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ദശപുഷ്പങ്ങൾ നന്നായി വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. അരിഞ്ഞതിൻ്റെ നീരെടുക്കുന്നതിനാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള കൂട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചെടുക്കുന്നുള്ളൂ. നമ്മൾക്ക് എത്ര ആളുണ്ടെന്നനുസരിച്ചിട്ട് കൂടുതൽ മരുന്ന് എടുക്കാം. ഇതിപ്പോൾ ഈ 10 കൂട്ടം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഉഴിഞ്ഞ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കറുകയോ മുക്കൂറ്റി അതിൽ ഏതെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോൾ അതിൽ 1, 2, 3 എത്രയായാലും കുഴപ്പമില്ല. അതിൻ്റെ നീരിൽ നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇതെല്ലാം നുറുക്കിയിട്ട് ഇതിനെ മിക്സിയിൽ ഇട്ട് അതിൻ്റെ നീരെടുക്കണം. ആ നീരിലാണ് നമ്മൾ ഈ അരി വേവിക്കുന്നത്. മുക്കുറ്റിയൊക്കെ ഒത്തിരി കറുക, മുക്കൂറ്റി, വള്ളി ഒഴിഞ്ഞ അതെല്ലാം ഒത്തിരി ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കിട്ടാവുന്നത് ഒക്കെ ചേർക്കുക. നമുക്ക് അരച്ച് എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ കുറച്ച് മരുന്നുകൾ പൊടിച്ച് ചേർക്കുന്നുണ്ട്. കൊത്തമല്ലി, വെളുത്തുള്ളി 2 അല്ലി, കുറച്ച് ചുക്ക്, ഇത് പൊടിച്ചതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, അയമോദകം, പിന്നെ ജീരകം, ഉലുവ, ശതകുപ്പ, കുരുമുളക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ എത്ര ആൾക്ക് കഴിക്കണമെന്നനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചേർക്കാം. ഒന്നും കൂടെയും പറയാം. ജീരകം ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഉലുവ 1/2 ടീസ്പൂണ്, ശതകുപ്പ 1/2 ടീസ്പൂണ്, അയമോദകം 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ചുക്ക് ഒരു കഷ്ണം അധികം പൊടിച്ചതാണ്, ചുക്ക് പൊടി 1/2 ടീസ്പൂണ്, മല്ലിയില്ല മുഴുവൻ മല്ലി, ഇതൊക്കെയാണ് കൊത്തമല്ലി എന്ന് പറയുന്നത്, അതൊരു സ്പൂണ്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്. ഇതാണ് അതിലേക്ക് നമ്മൾക്ക് കഞ്ഞിയിലേക്ക് അരച്ച് ചേർക്കുന്നതിനുള്ള മരുന്നാണിത്. അപ്പോൾ അതിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കൂട്ടം അരിയുണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. ഇത് നവരേരിയാണ്. ഇപ്പോൾ ശരീരത്തിന് പുഷ്ടിയൊക്കെ വേണമെന്നുള്ളവർക്ക് നവരേരി എടുക്കാം. സാധാരണ ഉണക്കലരി തവിടോട് കൂടിയ അരിയാണ് ഏറ്റവും നല്ലത്. തവിടുള്ള അരി എടുക്കുന്നതാണ് ഏറ്റവും ഗുണപ്രദം. ഇതിൽ 2ൽ ഏത് അരി എടുത്താലും വിരോധമില്ല. നമ്മളിപ്പോൾ ഇന്ന് ഈ ഉണക്കലരി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ നീരെടുത്തു കൊണ്ടുവരാം. അരച്ചെടുത്തതാണിത്, നമുക്ക് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത നീരിലാണ് നമ്മൾ അരിയിട്ട് വേവിക്കുന്നത്.
കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അരി നന്നായി കഴുകിയെടുത്തതാണ് നമ്മൾ. അത് ചട്ടിയിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഈ ദശപുഷ്പം അരച്ചെടുത്ത നീരിൽ നമ്മളിത് വേവിച്ചെടുക്കണം. അതിലേക്ക് ഒഴിക്കുകയാണ് നീര്. അപ്പോൾ ഈ ദശപുഷ്പ നീരിലാണ് നമ്മൾ ഈ അരി വേവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേവിച്ച് കൊണ്ടുവരാം. ഇത് അരി നമ്മൾ ദശപുഷ്പ നീരിൽ ചെറു തീയിൽ വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ഇതൊരു 3/4 വേഗമാകുമ്പോൾ നമ്മുടെ പൊടിമരുന്നുകൾ മല്ലി, ജീരകം, അയമോദകം, ശതവുപ്പ, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അരച്ചത് ഒരു 3/4 വേഗമാകുമ്പോൾ നമുക്ക് ചേർക്കാം. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഒരു അരമുറി തേങ്ങാപ്പാലായാൽ നല്ല ടേസ്റ്റും ആവും, നല്ലതുമാണ്. അത് വാങ്ങാൻ നേരത്ത് നമ്മൾ ചേർത്തത് വാങ്ങണം. ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കിനി ചുക്ക്, ജീരകം, അയമോദകം, ശതവുപ്പ മുതലായവ നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ, അത് നമുക്കിതിൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇല്ലാണ്ട് അതൊരു 5 മിനിറ്റ് ഒന്ന് വേവട്ടെ. ഇതിപ്പോൾ ഒരാൾക്കായതുകൊണ്ടാണ് ഞാനിത് അരച്ച് ചേർത്തത്. കുറച്ചല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോനെ ആൾക്കാർക്കുണ്ടെങ്കിൽ മരുന്ന് നമ്മളെടുത്തിട്ട് പൊടിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അരി വേകാറാകുമ്പോൾ അങ്ങ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് വാങ്ങണം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഒന്നാം പാൽ ചേർത്ത് തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് വാങ്ങണം. തേങ്ങാപ്പാൽ ചേർത്തു, തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഒരു 5-6 ചുമന്നുള്ളി അരിഞ്ഞതാണ്. ഒരു 5-6 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ മൂപ്പിച്ച് ചേർക്കാം. നല്ല അരിഞ്ഞേർത്ത് മൂപ്പിക്കും. ഈ മരുന്ന് ഇനി നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. ഇതൊരു 7 ദിവസമോ അല്ലെങ്കിൽ ഒരു 14 ദിവസമോ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ ശരീരവേദനകളും ഇതുകൊണ്ട് മാറും. കൂടാതെ തണ്ടൽ വേദന, നടുവേദന ഇതൊക്കെ ഉള്ളവർക്ക് ഇത് ഒരു 7 ദിവസം കഴിച്ചാൽ പരിപൂർണമായിട്ട് മാറുന്നതാണ്. അപ്പോൾ എല്ലാ മരുന്നുകളും കിട്ടിയില്ലെങ്കിലും വള്ളിവിഞ്ഞ, കറുക, മുക്കുറ്റി അങ്ങനെ കുറച്ച് മരുന്നുകളായാലും മതി. അതിൻ്റെ നീരിൽ നമുക്ക് ഈ അരിയിട്ട് വേവിച്ചിട്ട് ഈ കഞ്ഞി തയ്യാറാക്കാം. ശരീരത്തിന് വളരെ ഗുണപ്രദമായിരിക്കും. ഈ കാലത്ത് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വളരെ നല്ലൊരു ഔഷധ കഞ്ഞിയാണ് ഈ ദശപുഷ്പങ്ങൾ കൊണ്ട്. ഈ വള്ളിവിഞ്ഞ മാത്രമായാലും അതിൻ്റെ നീരിൽ ഉണക്കലരിയിട്ട് വേവിച്ച് ഇതുപോലെ തയ്യാറാക്കി കഴിച്ചാലും നല്ലതാണ്. അല്ലെങ്കിൽ കറുകയോ മുക്കൂറ്റിയോ എല്ലാം ഒത്തിരി ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ്. പൂവാങ്കുരുന്നിലൊക്കെ പനിക്ക് അഗ്രൗഷധമാണ്. അതുപോലെ മുയൽച്ചെവി കഫക്കെട്ട് മാറുന്നതിനും. മുക്കൂറ്റിയാണ് ഈ സ്ത്രീരോഗങ്ങൾക്കെല്ലാത്തിനും വളരെ നല്ലൊരു മരുന്നാണ്.
അതുപോലെ കറുക നാഡീ രോഗങ്ങൾക്ക്, ഓർമ്മശക്തി ഉണ്ടാകാൻ, ബുദ്ധിശക്തി ഉണ്ടാവാൻ, എല്ലാത്തിനും ശരീരത്തിന് വളരെ ബലം ഉണ്ടാകുന്നതിന്, ത്വക്ക് രോഗങ്ങൾക്ക് ഒത്തിരിയും ഗുണമുള്ളൊരു ഔഷധ സസ്യമാണ് കറുക. അതുപോലെ നിലപ്പന ശരീരത്തിന് വളരെ പുഷ്ടി ഉണ്ടാക്കുന്നതും മൂത്രാശയ രോഗങ്ങൾ മാറ്റുന്നതിനൊക്കെ നല്ലതാണ്. ചെറുള മൂത്രം നന്നായി പോകുന്നതിനും പ്രമേഹമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു മരുന്ന്. എല്ലാ മരുന്നും ഇതിൽ വളരെ ഇഷ്ടമായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറാകാൻ പോകുന്നു. ഈ സ്വാദിന് വേണ്ടിയിട്ട് അല്പം ഇന്ദുപ്പ് ചേർക്കാം. ഇന്ദുപ്പിൻ്റെ പൊടിയാണ്, കുറച്ച് ഇന്ദുപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ ഔഷധക്കഞ്ഞി എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു 7 ദിവസമോ 14 ദിവസമോ ഈ കർക്കിടക മാസത്തിൽ കഴിക്കണം. വളരെ നല്ല ഒരു ഔഷധമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം.